നിൽക്കക്കളിയിലാണ് പിടിവിട്ടു പോകും. അപ്പോഴാണ് ഈ കടം ലോണൊക്കെ എടുക്കുന്നത്. അത് ലോൺ കടം ഒരിക്കലും ധനമല്ല, കടം എപ്പോഴും ഒരു ബാധ്യത തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് മുൻകൂട്ടി തന്നെ അവരെ എന്താ ചെയ്യേണ്ടത്? വ്യാഴപ്രീതി വരുത്തുക, ദേവിയെ പ്രതിവരിക, മഹാദേവനെയും പാർവതി ദേവിയും ദിവസവും ഭജിക്കുക. ദിവസവും രാവിലെ നിലവിളക്കെത്തിച്ച് 5 തിരിയിട്ട് നിലവിളക്കെത്തിച്ച് മഹാദേവനെ അതായത് ഉദയത്തിന് ഒരു 24 മിനിറ്റ് മുമ്പ്, 48 മിനിറ്റാണ് ശരിക്കും വേണ്ടത്, 24 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ മുൻവശത്തെ വാതിലൊക്കെ തുറന്ന് വിളക്ക് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഈ വക ബുദ്ധിമുട്ടുകൾക്ക് സമാധാനമൊക്കെ. പാർവതി ദേവി എന്ന് പറഞ്ഞ ദേവിയാണ്, മഹാലക്ഷ്മിയുടെ സ്വരൂപമാണ്. മഹാദേവൻ എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ നായകനാണ്. അപ്പം ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ കർക്കിടകക്കൂറുകാർക്ക് വ്യാഴപ്രീതി വരുത്തിയാൽ വളരെയധികം സമ്പത്തും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവും. അടുത്ത രാശിയാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാർക്ക് ഇപ്പോൾ 12-ൽ വ്യാഴാണ്, ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ്. അവരുടെ ബുദ്ധിമുട്ടുകൾ മാറും. 11-ൽ വ്യാഴം വരുന്നു, ശനി എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹവും, കുട്ടികളില്ലാത്തവർക്ക് കുട്ടിയും, ഉദ്യോഗം കിട്ടാത്തവർക്ക് ഉദ്യോഗം, വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയോഗവും ഇതെല്ലാം വരുന്ന സമയമാണ്. ഇതെല്ലാം നമ്മൾ ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാനായിട്ട്. അടുത്തതാണ്, അപ്പോൾ ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, ആദിവാരം. ഇനി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം, അത്തം, ചിത്തിരാദ്യം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ്. 7ാം ഭാവത്ത് ശനിയാണ്. ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടോ, ഭാര്യയെ കൊണ്ട് ബുദ്ധിമുട്ടോ, എങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ നമ്മൾ യാത്രയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പ്രശ്നങ്ങൾ വരികയോ ഇതൊക്കെ ചെയ്യാം. വ്യാഴം ഇവർക്ക് അനുകൂലമായിരുന്നു. ഇപ്പോൾ വ്യാഴം 10ലാണ്. 10ൽ വ്യാഴം എന്ന് പറയുമ്പോൾ കർമ്മവ്യാഴമാണ്, കണ്ടക വ്യാഴം എന്നാണ് പറയുന്നത്. അത് വലിയ ഗുണമൊന്നുമല്ല. ഇവരെന്താ ചെയ്യേണ്ടത്? മഹാദേവനെ പ്രാർത്ഥിക്കുക, ശബരിമലയ്ക്ക് പോവുക. ഇപ്പോൾ വൃശ്ചികമാസമാണ് വരുന്നത്, ശബരിമല ദർശനം നടത്തുക, ഭഗവാനെ കാണാം, അയ്യപ്പ ശാസ്താക്ഷേത്രങ്ങളിൽ പോയി തൊഴുക, അല്ലെങ്കിൽ ഹനുമാനെ ഭജിക്കാം. ഹനുമാൻ ചാലീസ് ദിവസവും ചെല്ലുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഹനുമാൻ ചാലീസ് സ്ഥിരമായി ജപിച്ചു തുടങ്ങിയാൽ എല്ലാ ഗ്രഹങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് ഹനുമാൻ സ്വാമിക്കുണ്ട്. ചിരഞ്ജീവിയാണ് ഹനുമാൻ സ്വാമി. അടുത്ത രാശിയാണ് തുലാം രാശി. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിത്തിര അവസാന ഭാഗം, ചോതി, വിശാഖം, ആദ്യം. ഇവരെ സംബന്ധിച്ച് നല്ലതാണ്. വ്യാഴവും ശനിയൊക്കെ വളരെ നല്ലതാണ്. എങ്കിലും നമ്മൾ നല്ല സമയത്ത് കാവത്ത് വെച്ചാൽ ആപത്ത് സമയത്ത് കാവത്ത് പറിക്കാമെന്ന്. അതായത് നല്ല സമയത്ത് വിത്ത് വിതച്ചാൽ ആപത്ത് സമയത്ത് വിത്ത് പറയും. അപ്പോൾ ഈ നല്ല സമയം അവരെ ഉപയോഗിച്ച് അവർ ദൈവികമായ കാര്യങ്ങൾ ചെയ്തും ദാനധർമാദികൾ ചെയ്തും ഒക്കെ മുന്നോട്ട് പോയാൽ അവർക്ക് അടുത്ത ഇത് വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ്. കാരണം ഇനി ശനി 2.5 കൊല്ലം വരാൻ പോകുന്ന നീചത്തിലേക്കാണ് വരുന്നത്. അത് ഇവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴേ ഭഗവാനെ സ്മരിച്ച് ഭഗവത് നാമങ്ങളൊക്കെ ചൊല്ലി ആ സമയത്ത് ഓടി നടക്കാതെ ഇപ്പം തന്നെ പ്രാർത്ഥന തുടങ്ങിയാൽ തുലാം രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്.